പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിഷേധത്തിന് അനുമതി നിഷേധിക്കുന്നതിൽ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതിയുടെ വിമർശനം. പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്നും ഏതെങ്കിലും പാർട്ടിയുടെ ഏജൻസിയായി മാറരുതെന്നും കോടതി പറഞ്ഞു. മുഹമ്മദ് റഹീസ് നൽകും വിവരങ്ങൾ ചെന്നൈയിൽ നിന്ന്. റഹീസ്, എന്താണ് കോടതിയുടെ ഇങ്ങനെ ഒരു വിമർശനത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ച സാഹചര്യം? ആരാണ് ഹർജിക്കാരൻ? ഗോകുൽ, അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥി പീഡനത്തിനിരയായ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ പ്രതിഷേധത്തിലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ PMK നടത്തിയ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്തു. പ്രതിഷേധത്തിന് അനുമതിയില്ല എന്നുള്ള കാരണം കാട്ടിയായിരുന്നു അറസ്റ്റ്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ PMK നൽകിയ ഒരു ഹർജിയിലാണ് ഇപ്പോൾ ഒരു കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം വരുന്നത്. ഒപ്പം തന്നെ ഈ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രതിഷേധത്തിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് അനുമതി നിഷേധിക്കുന്ന വിഷയത്തിൽ പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. കാരണം DMK പ്രതിഷേധം നടത്തുമ്പോൾ കൃത്യമായി അനുമതി നൽകാറുണ്ട്, പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് അനുമതി നൽകാറില്ല. ഈ വിഷയമാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും പാർട്ടിയുടെ ഏജൻസിയായി പോലീസ് പ്രവർത്തിക്കരുത് എന്നുള്ള വിമർശനം കൂടി കോടതി ഉന്നയിക്കുന്നുണ്ട്. DMK പ്രതിഷേധത്തിനെതിരെ കേസെടുക്കുമ്പോൾ അതിൽ ആത്മാർത്ഥത വേണം. കണ്ണിൽ പൊടിയിടാനായി കേസെടുത്ത് 3 മാസത്തിനു ശേഷം കേസ് പിൻവലിക്കുന്ന ഒരു രീതി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന് പറയുന്നു. ഈ വിഷയം തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഏറെ പ്രധാനമാണ്. കാരണം CPM അടക്കമുള്ള DMKയുടെ അനുകൂല കക്ഷികൾ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകക്ഷികളൊക്കെയും ഈ DMKയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഒരു തരത്തിലും തങ്ങൾക്ക് ആർക്കും പ്രതിഷേധിക്കാൻ അനുമതി നൽകുന്നില്ല എന്നുള്ളൊരു വിമർശനം CPM അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. അതിനിടയിലാണ് കോടതിയുടെ വിമർശനം കൂടി വരുന്നത്. ഈ തമിഴ്നാട്ടിലാകെ പോലീസ് രാജാണ് എന്നുള്ളൊരു വിമർശനം CPMന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്നും മറ്റു പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്ക് മാത്രം അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുമാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഗോകുൽ, ശരി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.